അത് ശരി. അപ്പോ അനുസരിക്കാനല്ല അവരുടെ ഭാവം. തുടക്കത്തിലേ ഒന്ന് പൊട്ടിച്ചു വിട്ടാലേ ഇവന്മാരൊക്കെ അടങ്ങൂടാടി. ഒരു 2-3 കൈയും കാലും ഒടിയുമ്പോ ഇവന്മാരൊക്കെ താനെ ഒതുങ്ങും. നിൽക്ക് നിൽക്ക്, തിടുക്കം പാടില്ല സാമൂല് കുഞ്ഞ്. ഒടിക്കാൻ വരട്ടെ, മറ്റു വാതിലുകളെല്ലാം അടയുമ്പോ പോരെ അത്. സാമധാന ഭേദദണ്ഡം, അതാണ് അതിന്റെ ശാസ്ത്രം. ലോനപ്പേട്ടൻ പറയണത് അന്ത്രോസ് മുതലാളിക്ക് മനസ്സിലാകുന്നുണ്ടോ ആവോ? പാതി മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക? പറയാം. ഇവറ്റകളെ കുറിച്ച് മുതലാളിക്ക് വല്ലതും അറിയൂ? ആദ്യം ഒന്ന് തലോടുക, വെറുതെ തലോടുക, മെല്ലെ, വഴങ്ങൂല്ല, കട്ടായം വേണ്ട. പിന്നെ ഒന്ന് തിരുമ്മുക, പതുങ്ങനെ ഒന്ന് വളയ്ക്കുക. ചിലപ്പോ വളഞ്ഞാലോ അവിടം കൊണ്ടും രക്ഷയില്ലെങ്കിൽ അടുത്ത മുറയാകാവൂ. താൻ ഈ കഥാപ്രസംഗം ഒന്ന് നിർത്തി കാര്യം എന്താണെന്ന് വെച്ചാ പറ. പേമാരിയും ഉരുൾപൊട്ടലും ഉണ്ടായി ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഇവറ്റകൾ കഴിഞ്ഞിരുന്നത് എങ്ങനെയാ? തമ്മിത്തല്ലൊഴിഞ്ഞ നേരം ഉണ്ടായിരുന്നോ? വെടിവെപ്പ് വരെ ചെന്നെത്തി വഴക്കും വെക്കാണോ? അതിന് ആ വാസന ഇപ്പോഴും അവരുടെ രക്തത്തിൽ കാണും. അതൊന്ന് പോഷിപ്പിച്ചെടുത്താ മതി, താനെ വളയും. ഒരു കൂട്ടര് ഇങ്ങനെ വേണമെന്ന് പറയാ, വേറൊരു കൂട്ടര് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാ. അവർക്കിപ്പോ ഒരാൾബലം ഉള്ളത് ആ ചട്ടമ്പിയ വിശ്വനാഥൻ. ഒന്നുകിൽ അവനെ വളച്ച് നമ്മുടെ കയ്യിലെടുക്കുക. കേട്ടിടത്തോളം അത് അത്ര എളുപ്പമല്ല. അതല്ലെങ്കിൽ പിന്നെയുള്ളവരെ വളച്ച് അവനെതിരുണ്ടാക്കുക. അതായാലും മതി. പാളയത്തിൽ പിളർപ്പുണ്ടായാൽ ഏത് കൊമ്പനാ ഇവിടെ മുട്ടുമടക്കാത്തത്? അന്ത്രയോസ് മുതലാളി ദേ സമാധാനായിട്ടിരിക്കും. ആദ്യം ഈ ലോനപ്പേട്ടൻ ഒരു കൈ നോക്കട്ടെ. അത് ഏറ്റില്ലെങ്കിൽ മതി സാമുവൽ കുഞ്ഞിന്റെ പടയിളക്കം. ശരി, താനും നോക്ക്, പക്ഷെ വെച്ച് താമസിപ്പിക്കരുത്. എന്നെ ആദ്യം ഒന്ന് വിശ്വസിക്കൂ എന്റെ അന്ത്രോസ് മുതലാളി. പട്ടയവും കൊണ്ട് അവര് വില്ലേജ് ഓഫീസിൽ ചെല്ലും. ചെന്നതുപോലെ തിരിച്ചങ്ങ് പോയിക്കോളും. ഓഫീസർ നമ്മുടെ ആളാ. ആണ്, അല്ലെന്നല്ല. എന്നാലും ശരിയാ. മുൻകൂറായി ഒരു തടയിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാ. ലോനപ്പേട്ടൻ തന്നെ അയാളോടൊന്ന് പറഞ്ഞു വെച്ചേക്ക്. ഏറ്റു. ഈ ലോനപ്പേട്ടൻ അത് ഏറ്റു. സർക്കാർ ഞങ്ങൾക്ക് പതിച്ചു തന്ന സ്ഥലത്ത് അന്ത്രയോസ് മുതലാളിക്ക് എന്ത് കാര്യം? നോക്കൂ മിസ്റ്റർ, വർഷങ്ങളായി ആ ഭൂമി തന്റെ കൈവശത്തിലാണെന്നാണ് അയാൾ ക്ലെയിം ചെയ്യുന്നത്. അറിയാം. കൊല്ലങ്ങളായി സർക്കാരിനെ വെട്ടിച്ച് അയാൾ അവിടെ കഞ്ചാവ് കൃഷി ചെയ്യാണെന്ന് ഞങ്ങൾക്കറിയാം. ലോ അതിവിടുത്തെ റെക്കാർഡിലില്ല. എങ്കിലേ ആ റെക്കാർഡിൽ ഭൂമി ഞങ്ങൾക്ക് പതിച്ചു തന്നു ഉണ്ടല്ലോ. അത് മതി. ആ ഭൂമി ഞങ്ങൾക്ക് കിട്ടണം. അത് കൈവശപ്പെടുത്തി തരേണ്ടത് സർക്കാരിന്റെ ആളെന്ന നിലയ്ക്ക് സാറിന്റെ ചുമതലയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ അതല്ല ഇവിടുത്തെ പ്രോബ്ലം. ആ ഭൂമിയുടെ മേൽ അന്ത്രയോസ് മുതലാളി ഒരു കൗണ്ടർ ക്ലെയിം ഉന്നയിക്കുമ്പോൾ അത് എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത എനിക്കില്ലേ? വെറി ചെയ്യണ്ട, നമുക്ക് ഒരുമിച്ച് പോയി മുതലാളിയെ കാണാം. എന്തിന്? അയാളുടെ ക്ലെയിം എന്താണെന്ന് അറിയാം. കാര്യങ്ങൾ സൗഹൃദമായി ഡിസ്കസ് ചെയ്യാം. ഇരു കൂട്ടർക്കും എതിർപ്പില്ലാത്ത രീതിയിൽ ഒരു തീരുമാനമെടുക്കാം. എന്തു പറയുന്നു? ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് ടെക്നിക്കൽ ഒബ്ജക്ഷൻസ് ഉണ്ടാവരുതല്ലോ. വരാം, എവിടെ വേണേലും വരാം, ആരെ വേണേലും കാണാം. പക്ഷേ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എല്ലാം നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കൂടെ വരൂ. സർക്കാരിൽ നിന്നും പതിച്ചു തന്ന സ്ഥലത്ത് തന്നെ കുടിയേറി കൂടണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി? സർക്കാർ ഇതല്ല ഇനി വേറൊരു സ്ഥലമാണ് പതിച്ചു തന്നിരുന്നെങ്കിലോ അവിടെയല്ലേ നിങ്ങൾ കയറി പാർക്കൂ? എവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ചത് സർക്കാരാണ്. അതങ്ങ് നടപ്പിലാക്കിയാൽ മതി. കണിയാൻ കുന്നിന്റെ താഴ്വരയേക്കാൾ വളക്കൂറുള്ള മണ്ണ് എന്റെ കൈവശമുണ്ട്. നിങ്ങൾ ഞാൻ അവിടെ താമസിപ്പിച്ചാലോ? എങ്ങനെ? ദാനാധാരം എഴുതിട്ടോ അതോ വിലത്തീറായിട്ടോ? അല്ലല്ലോ, കുടികിടപ്പ്, അടിമപ്പണിക്ക് ഒരു സൗജന്യം. അതിന് വേറെ ആളെ നോക്കിയാൽ മതി. മുതലാളി പറയുന്നതിലും കാര്യമുണ്ട്. അറിയാം. തനിക്ക് അതേ മനസ്സിലാവൂ. തനിക്ക് ഇവിടല്ലേ കൂടുതൽ കൂറ്. ഞങ്ങൾക്കിനി കൂടുതലായിട്ടൊന്നും നഷ്ടപ്പെടാനില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാ. ആ മണ്ണ് ഞങ്ങൾക്കുള്ള. അത് തടയാൻ നോക്കണ്ട. നോക്കിയാൽ അതിന് കൂട്ടു നിന്നാൽ താൻ അനുഭവിക്കും. ഇത് കൂട്ടാ കൂടൂല. ഒന്ന് കാണാതെ ഈ ഞാൻ വേറൊന്നും പറയില്ല. ഇല്ല, അതാണ് ലോനപ്പേട്ടൻ. നോക്ക്, ദേ ഇങ്ങോട്ട് നോക്ക്. ഇനിയിപ്പോ അന്ത്രോസ് മുതലാളിയോട് ഇറഞ്ഞ് നിങ്ങൾ ആ ചെരുവിലെത്തിയിരിക്കട്ടെ. കഞ്ചാവ് ചെടി വെട്ടിത്തെളിച്ച് മണ്ണ് അടിയോടെ ഇളക്കി വല്ലതും നട്ട് കിളിർപ്പിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ഊപ്പാട് വരും.
ദേ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ നേതാവ് ചമഞ്ഞു നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, വിശ്വനാഥൻ. അവനെ വിളിച്ച് മുതലാളി എന്തെല്ലാം പറഞ്ഞെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ 100 വട്ടം സമ്മതിച്ചാണ്. ഞാൻ തന്നെ സത്യത്തിൽ അതിശയിച്ചു പോയി. ഇതിനു മുൻപെങ്ങും മുതലാളി ആരോടും ഇങ്ങനെ ദയ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്തെല്ലാം കാര്യങ്ങളാ തരാന്ന് പറഞ്ഞത്. ഭൂമിക്ക് ഭൂമി, കാശിന് കാശ്, ജോലിക്ക് ജോലി, എന്തൊക്കെ വേണോ അതൊക്കെ. എന്നിട്ടാ മൊഷടൻ. എന്റെ ബലമായ സംശയം നിങ്ങൾ രക്ഷപ്പെടുന്നത് അവന് ഇഷ്ടമല്ലെന്നാണ്. അല്ലേലും പണ്ടേ അവന്റെ മനസ്സിലിരിപ്പതാ അല്ലേ? എങ്ങനെയെങ്കിലും ഞങ്ങളെ കുരുതി കൊടുക്കണമെന്ന് അവന്റെ ആഗ്രഹം. മുതലാളിയോട് തഞ്ചത്തിന് നിന്നാ നിങ്ങൾക്കാ അതിന്റെ ഗുണം. ഞാൻ അദ്ദേഹത്തോട് പറയും പോലെ ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണെന്ന്. അവന്റെ കൂടെ പോണവർ ഒരു പോക്ക് പോട്ടെന്നേ. കുറച്ചു നാൾ കഴിയുമ്പോ അവര് നിങ്ങളെ കണ്ട് അസൂയപ്പെടുന്നത് ഞാൻ കാണിച്ചു തരാം. എന്ത് രസമായിരിക്കും നിങ്ങളുടെ ജീവിതം. അവന്മാരൊടുക്കം മുട്ടുമടക്കി നിങ്ങളുടെ അടുത്ത് വന്ന് കെഞ്ചും. അപ്പോതേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അടുപ്പിക്കരുത്. അതെനിക്ക് ഇഷ്ടല്ല. അടുപ്പിക്കോ? അവന്മാരുടെ നരയിക്കട്ടെ. പറഞ്ഞിളക്കുമ്പോ കൊള്ളാവുന്നവരെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിപ്പോണം. ഈ വയസ്സായ പിശാചുക്കളുണ്ടല്ലോ, അത് അവന്റെ കൂടെ പോട്ടെ. ഈ പേടും തിരിവൊക്കെ താടിയായിട്ടുള്ള കള്ളന്മാരില്ലേ? അതൊക്കെ ഞങ്ങൾ ഏറ്റു അല്ലേ? സർക്കാരും ആന്ധ്രയോസ് മുതലാളിയും തമ്മിൽ നമുക്കെന്താടാ വ്യത്യാസം? നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് മണ്ണ് വേണം. അതിപ്പോ ആരുടെ ആയാലും എന്താ? ഇനി മുതലാളിയോട് പിണങ്ങി പിടിച്ചു നിൽക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് എവിടുന്നാ ശേഷി? അടിയും ഇടിയും കൊണ്ട് തളർന്നു, അനുഭവിച്ച് മടുത്തു. ഇനിയുള്ള നാളെങ്കിലും നമുക്ക് സ്വയമായിട്ടൊന്ന് ജീവിക്കണ്ടേ? നമുക്കൊരു ജീവിതം വേണ്ടേ? ഞങ്ങൾ മാത്രമായ പോരാ. നീ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ബലമാണ്. ഇന്നു മുതൽ ഞങ്ങൾ നിന്നെ അനുസരിക്കാം. നീയാ നേതാവ്. വെട്ടിപ്പിടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയണം. എന്താടാ? അന്ത്രയോസ് മുതലാളിയോട് എതിർത്ത് ആ ഭൂമി തന്നെ കൈവശപ്പെടുത്തണമെന്ന് എന്തിനാ ഇത്ര വാശി? വാശിയല്ല, ആ ഭൂമി നമ്മുടെതാ. അത് തന്നെ. ഓ, നമ്മുടെ ഭൂമി സ്വന്തം മണ്ണൊരിടത്ത് ഉപേക്ഷിച്ചിട്ടല്ലേ പോകുന്നത്. ഇനി എന്തോന്ന് അവകാശം നോക്കാൻ? കിട്ടുന്നിടത്ത് കയറിക്കൂടാൻ നോക്കണം. എന്തിനാ ദുർവാശി? എടാ കറിയാ, അച്ഛൻ അതിന്റെ വിഷമം മനസ്സിലാവൂല. അവിടെ കാലുകുത്തി അരിഞ്ഞു വീഴ്ത്താൻ തയ്യാറായി നിൽക്കുക മുതലാളിയും കൂട്ടരും. ആയസെത്താണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. മിണ്ടായിരടാ കുരുത്തം കേട്ടോനെ. പിന്നെ നിങ്ങൾ എന്തിനാ ഭാവം? എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ മുതലാളി സമ്മതിച്ചിട്ടുണ്ട്. അടിച്ചും പിടിച്ചും മടുത്തു, ഇനി വയ്യ. ഞങ്ങൾ അങ്ങോട്ട് പോവാ. വാ. അരുത്, നമ്മൾ തമ്മിൽ തല്ലി പിരിഞ്ഞ നമ്മുടെ ബലം പോവും. ബലം കുറച്ച് മതി. വരണമെന്നുള്ളവർക്ക് കൂടെ വരാം. നമ്മൾ ഒരുമിച്ച് ഇവിടം വരെ വന്നിട്ട് നിങ്ങൾ കൂട്ടം പിരിഞ്ഞു പോകരുത്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അരുത് മക്കളെ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. വേറിട്ട് പോകരുത്. വേറിട്ട് പോകുന്ന നിനക്ക് അത്ര ദണ്ണമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. കണിയാങ്കുന്നിന്റെ കാര്യം അങ്ങ് മറക്ക. പിടിവാശി വിട്ടേച്ച് ബാക്കിയുള്ളവരെയും കൂട്ടി നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വാ. നമുക്ക് ഒരുമിച്ച് വാ മുതലാളിയുടെ അടുത്തേക്ക്. എന്താ അച്ചോട്ടൻ പറഞ്ഞ കാര്യമല്ലേ? ശിവ, വിശ്വട്ടൻ കരുതുന്നത് മാത്രമാണ് ശരിയെന്ന് എന്തിനാ എത്ര കടുംപിടുത്തം? തമ്മിൽ തല്ലിച്ചാകാൻ ഇവിടെ ആർക്കും കൊതിയില്ല. നീ ആരോടാ സംസാരിക്കുന്ന അറിയാവോ? അറിയാം. ഏതായാലും കണിയാങ്കുന്നിലേക്ക് ഞാനില്ല. ഞങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അന്ത്രയോസ് മുതലാളിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഞങ്ങൾക്ക് അയാളെ വിശ്വാസമാണ്. പിന്നെ വേർപെട്ടുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി. തിരിച്ചു വരാൻ വേണ്ടിയല്ല ഈ പോക്ക്. കുഞ്ഞുമോളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല. ഇവക്ക് എന്നോടൊപ്പം കഴിയാനാണ് ആഗ്രഹമെങ്കിൽ ഇവൾ എന്റെ കൂടെ വരണം. തീരുമാനമെടുക്കേണ്ട വിശ്വട്ടനായാലും ഇവളായാലും ശരി, അതെനിക്കിപ്പോ അറിയണം. നീ വരുന്നോ ഇല്ലയോ?
ശിവ ശിവ നിക്ക്. ഇതാ, ഇത് നമുക്ക് കിട്ടിയ ഭൂമിയുടെ പട്ടയമാണ്. നിനക്കും എനിക്കും ചേർന്നു. ഇത് നീ വെച്ചോളൂ. നാളെ നിനക്ക് ഉപകരിക്കും. ശിവ, ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയും പോയി. ഇവൾക്ക് ഞാനും, എനിക്ക് ഇവളും മാത്രമേ ഉള്ളൂ. നിന്റെ തൻ്റെയുടെ എനിക്കിഷ്ടായി. എന്റെ കൊച്ചുപങ്ങൾക്ക് തൻ്റെടിയായ ഒരുത്തൻ കാവലുണ്ടല്ലോ, ആ സമാധാനം മതി എനിക്ക്. പക്ഷെ നീ ഒന്നുകൂടെ ആലോചിക്കും. ആ മുതലാളി നല്ലവനല്ല. അയാൾ നിങ്ങളെ ചതിക്കും. ചതി പറ്റിയാൽ തിരിച്ചു വരാൻ മടിച്ചു നിൽക്കരുത്. നമ്മുടെ ഭൂമി അവിടെയുണ്ട്, കണിയാൻ കുന്നിന്റെ ചരിവിൽ. അത് നമ്മുടെ സ്വന്തം മണ്ണ. ചെല്ല് ചെല്ല്. ആ വരൂ വരൂ വരിക. ആ എല്ലാവരും എൻ്റെ കൂടെ വരൂ. വരിക, ഇവിടെ വരിക. ആ ഇതാ, ഈ കാണുന്ന ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് താമസിക്കാം. ഇവിടെയോ? അതെ, പുറമ്പോക്ക് സ്ഥലമാണ്. പുറമ്പോക്കെന്ന് പറഞ്ഞ സർക്കാരിന്റെ സ്ഥലം. സർക്കാർ തന്നെ അന്ത്രോസ് മുതലാളിയുടെ വകയല്ലേ. അപ്പോ ഈ സ്ഥലവും മുതലാളിയുടെ വക തന്നെ. നിങ്ങൾക്ക് ഇവിടെ കുടില് വെച്ച് സുഖമായിട്ട് തൊടമ താളം പിടിച്ച് ജീവിക്കാം. ഈ പാറ എടുക്കലോ? ഇത് മുഴുവൻ തരിച്ചാ? സാരില്ല, അടിയോടെ ഇളക്കുമ്പോ കുറേശ്ശെ ഇളയിക്കോളും. പിന്നെ ഇത്തിരി താമസം എടുക്കുന്നേ ഉള്ളൂ. ഇത് ചതിയാച്ചോട്ടാ, സമ്മതിക്കരുത്. ഇതിലും ഭേദം നമ്മുടെ പഴയ സ്ഥലം തന്നെയായിരുന്നു. പോഴത്തം പറയാതെ കൊച്ചനെ, നമ്മുടെ സ്ഥലം പോലും. ആ സ്ഥലത്തിന്മേലുള്ള അവകാശമാണ് നിങ്ങൾ ഇപ്പൊ മുതലാളിക്ക് മുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തത്. അതിനി മുതലാളിയുടെ വകയാ. പരമദ്രോഹി, ചതിക്കാൻ നീ കൂട്ടുകഴിക്കരുത്. നല്ലടാ നാറി. ഇതിനായിരുന്നോടാ നീ ഞങ്ങളെ പറഞ്ഞിളക്കിയത്? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മുതലാളി പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഏതായാലും ഇത് വലിയ കളിപ്പീരായി പോയി. വിശ്വട്ടും പറഞ്ഞായിരുന്നു നേരെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് വിശ്വട്ടോട് കുറ്റമായിട്ട് പറയാം. വിശ്വട്ടും പൊറുക്കായിരിക്കില്ല. നമുക്ക് തിരിച്ചു പോവാം. വാ വാന്നേ. ഇതാ ചുമന്ന ജീപ്പാണല്ലോ. വിട്ടുകൊടുക്കാനുള്ള പരിപാടിയൊന്നും കയ്യൊക്കെ ഞങ്ങൾക്കുണ്ട്. മാറി നിൽക്ക്. മാറിപ്പോകാൻ പോകുന്ന നീയാണ്, നീ നിന്റെ ആൾക്കാരും. അത് ഈ ജന്മത്തിലുണ്ടാവില്ല. അത്രയ്ക്ക് ധിക്കാരമോ?
നമ്മൾ ജയിച്ചു. നമ്മുടെ മണ്ണ് നമുക്ക് തന്നെ കിട്ടി. ഈ കാണുന്ന പ്രദേശമെല്ലാം നിനക്കുള്ളത്, നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കുമായി. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകയില്ല. ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സകല ഭൂചരങ്ങളെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു.